നിങ്ങൾക്ക് ഇതുവരെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാതിരിക്കാനായിട്ടും, അല്ല ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കാനും നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 ലിറ്റർ വെള്ളം. ചിലര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയമാകുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കും, തണുപ്പ് സമയമൊക്കെ വരുമ്പോഴത്തേക്കും വെള്ളം കൂടി കുറയും, അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടും. അപ്പൊ വെള്ളം മിനിമം 2 ലിറ്റർ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു 24 മണിക്കൂർ, അതായത് ഒരു ദിവസത്തിൽ 2 ലിറ്റർ വെള്ളം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് വാഷ് ചെയ്യാതിരിക്കുക. മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക. ദിവസത്തിൽ 1-2 പ്രാവശ്യം മാത്രം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അല്ലാത്ത തവണ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും വൈപ്പ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോഴും എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്ക് തന്നെ വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നിലുള്ള നമുക്ക് മോഷൻ പോകാനുള്ള ആ ഭാഗത്തുള്ള അഴുക്കുകളൊന്നും മുന്നിലേക്ക് വന്ന് യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് അത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ അണ്ടർഗാർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ടൈറ്റ് അല്ലാത്ത അണ്ടർഗാർമെന്റ്സ്, അതും കഴിയുന്നതും 100% കോട്ടന്റെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും.